ചരാചരങ്ങളും ജീവജാലങ്ങളും ഞാനും നീയും മണ്ണും വീണ്ടും തൂണും മണ്ണും എല്ലാം ഒരേ സത്യത്തിന്റെ പ്രകാശങ്ങളും പ്രതിഫലനങ്ങളും സ്ഫുരണങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുന്ന ഫിലോസഫിയാണ്, തത്വശാസ്ത്രമാണ് ശബരിമലയിൽ പ്രതിപാദിക്കപ്പെടുന്നത്. ശബരിമലയിൽ ആകാശത്ത് മകരസംക്രമണത്തിൽ കാണുന്ന നക്ഷത്രത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പുണ്യമുഹൂർത്തങ്ങളിൽ ഒന്നാണ് പണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ, ഭാർഗവരാമൻ ഇവിടെയാണ് പ്രതിഷ്ഠിച്ചത്. ശബരിമലയിൽ ശാസ്താ പ്രതിഷ്ഠ നടത്തി എന്നാണ് സങ്കല്പം. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം വന്ന അയ്യപ്പനും അദ്ദേഹത്തിന്റെ കൂടുണ്ടായിരുന്ന ബാബർ എന്ന മുസ്ലിം യുവാവിന്റെ കൂടെയും അദ്ദേഹത്തിന്റെ കൂടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ജാതിയിൽപ്പെട്ട വ്യക്തിയെയും ഇവർ ശബരിമലയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അയ്യപ്പൻ എന്ന് പറയുന്ന ചരിത്രപുരുഷൻ, ഇപ്പോൾ ഇതിഹാസവും പൗരാണികമായ അല്ലെങ്കിൽ ദൈവിക തലത്തിലേക്ക് ഉയർത്തിയ ചരിത്ര പുരുഷൻ ശബരിമലയിൽ പ്രതിഷ്ഠ കഴിച്ചു എന്നും അവസാനം ശാസ്താ വിഗ്രഹത്തിലേക്ക് വിലയം ചെയ്തു എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഇവിടെ അയ്യപ്പ ക്ഷേത്രമായി ഇത് ആവാഹിക്കപ്പെടുന്നത്, ആരാധിക്കപ്പെടുന്നത്. വളരെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈദിക കർമ്മം വളരെ ചിട്ടവട്ടങ്ങളായി ആചാര അനുഷ്ഠാനങ്ങളിലൂടെ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ, ലോകത്തിലെ ഏക അയ്യപ്പ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ബാക്കി ക്ഷേത്രങ്ങളെല്ലാം ശാസ്താ പ്രതിഷ്ഠകളാണ്. പക്ഷേ അയ്യപ്പൻ എന്ന പ്രതിഷ്ഠയുള്ളത് പലപ്പോഴും ശബരിമലയിൽ മാത്രമാണ്. ഈ അടുത്ത കാലത്താണ് അയ്യപ്പ മഹാത്മ്യം അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന പ്രതിഷ്ഠ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കയിൽ പോലും ലോസ് ആഞ്ചൽസിലും ഫിലാഡൽഫിയയിലും പോലുള്ള സ്ഥലങ്ങളിൽ പോലും അയ്യപ്പന്റെ പ്രതിഷ്ഠകൾ കൂടുതലായി വന്നു തുടങ്ങുന്നത്. അങ്ങനെ അയ്യപ്പന്റെ പ്രതിഷ്ഠകൾ ചെയ്യാൻ, അയ്യപ്പ പ്രതിഷ്ഠ നടത്താൻ താഴമൺ കുടുംബത്തിന് മാത്രമാണ് അവകാശം അല്ലെങ്കിൽ അധികാരമെന്നാണ് പരശുരാമ സംഹിത അല്ലെങ്കിൽ പരശുരാമന്റെ പല അതിനുശേഷമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യക്തമാക്കുന്നത്. താഴമണ്ണും തരണനെല്ലൂരും ഈ രണ്ട് വ്യക്തികളാണ് പരശുരാമനിലൂടെ കേരളത്തിലേക്ക് വന്നതെന്നും അങ്ങനെ പരശുരാമൻ തൻ്റെ മായാശക്തിയാൽ, തൻ്റെ ദൈവീക ശക്തിയാൽ കടൽ മുറിച്ച് അപ്പുറത്ത് കടന്നപ്പോൾ കൂടെയുള്ള രണ്ട് ശിഷ്യന്മാരിലൂടെ പുറകെ വരാൻ പറഞ്ഞുവെന്നും അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു വരുണദേവൻ, വരുണഭഗവാൻ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ഭഗവാനായ വരുണഭഗവാൻ സമുദ്രം മാറിക്കൊടുത്തു എന്നും അങ്ങനെ താഴെ മൺ വന്നു. അങ്ങനെ താഴെ മണ്ണായതുകൊണ്ടാണ് താഴമൺ എന്ന പേര് വരുന്നതും കൂടെ ഉണ്ടായിരുന്ന തരണനെല്ലൂർ പലപ്പോഴും സാഗരത്തിന് മേളിലൂടെ നടന്നു വന്നു. അതുകൊണ്ടാണ് തരണനെല്ലൂർ എന്ന നാമധേയം വന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തോടും ഇതിഹാസത്തോടും പുരാണത്തോടും ഒക്കെ വളരെ അടുത്ത് കിടക്കുന്നതാണ് ശബരിമലയും അതിനോടനുബന്ധമായ പല ചരിത്രകഥകളും കെട്ടുകഥകളും. ശരണവിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്നു. ദേവകൾ മറ്റേതോ ഒരു തലത്ത് നിന്ന് അയ്യപ്പന്, ആധുനിക കാലത്തെ ദൈവത്തിന് അല്ലെങ്കിൽ കലിയുഗത്തിന്റെ ഭഗവാന്, കലിയുഗത്തിലെ ഏക ഭഗവാനാണ് അയ്യപ്പൻ. കലിയുഗം കൽക്കി വരുന്നത് വരെ അയ്യപ്പനാണ് ഭഗവാൻ എന്നാണ് സങ്കല്പം. തികച്ചും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് നേരിട്ട് കണ്ട് പുണ്യമടയുന്നത്, നേരിട്ട് ദർശനപുണ്യമടയുന്ന ലക്ഷങ്ങളും ഒരുപക്ഷെ ഇത് ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണുന്ന മറ്റ് കോടിക്കണക്കിന് ജനങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം ദർശനപുണ്യമാണ് ജനങ്ങൾ നേടുന്നത്. ഈ ദർശനത്തിലൂടെ തന്നെ ഭാഗ്യം ലഭിക്കുന്നു, നന്മ ലഭിക്കുന്നു എന്നാണ് സങ്കല്പം. ദർശനപുണ്യമായി അഗ്നിശുദ്ധി വരുത്താൻ, പലപ്പോഴും അഗ്നിയെ തൊട്ടുഴുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളൊന്നാണ് അഗ്നിശുദ്ധി വരുത്തുക. അങ്ങനെ അഗ്നിശുദ്ധി വരുത്തുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്.
നക്ഷത്ര ഒഴുക്കം ഇന്നത്തെ ദർശിക്കാൻ കഴിയുന്നുണ്ട്. വളരെ പ്രഭയോടുകൂടി വളരെ തിളക്കത്തോടുകൂടി തന്നെ ആ നക്ഷത്രം മിന്നി തെളിയുകയാണ്. പലപ്പോഴും ദൈവിക ശക്തിയായി, ആത്മീയ ശക്തിയായി, അതിഭൗതികമായ ഏതോ തലങ്ങളിൽ നിന്ന് മനുഷ്യൻ അനുഭവവേദ്യമാകുന്ന ഒരു ശക്തിയായിട്ടാണ് നമ്മൾ ശബരിമലയിൽ ഈ നക്ഷത്രത്തെ കാണുന്നത്. പലവിധ നിറങ്ങളിൽ മിന്നിത്തെളിയുന്ന, അല്ലെങ്കിൽ ഈ പുണ്യസമയത്താണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഒരു സങ്കല്പത്തിലാണ് പലപ്പോഴും ജനങ്ങളിൽ നിൽക്കുന്നത്. ഈ പുണ്യസമയത്ത് പ്രതിഷ്ഠ നടത്തുമ്പോഴാണ് മകരജ്യോതി തെളിയുന്നത്. ഈ നക്ഷത്രങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുക. ഈ ദർശന പുണ്യം ഉണ്ടാകുക തന്നെ അങ്ങനെ നക്ഷത്രങ്ങളിലൂടെ മറ്റേതോ കാലത്ത് നിന്നുള്ള മറ്റേതോ തലത്തിലേക്കുള്ള യാത്രയാണ് നമുക്ക് കാണാൻ കഴിയുക. തന്ത്രി കണ്ഠരര് രാജീവർ ഭക്തർക്ക് പ്രസാദങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ പൊന്നമ്പലമേട്ടിലേക്ക് പോവുകയാണ്. പൊന്നമ്പലമേട് മറ്റേതോ സ്ഥലത്താണ്, അത് ഭൂമിയിലല്ല സ്വർഗത്തിലെവിടെയോ ആണ് എന്ന സങ്കല്പമാണ് ജനങ്ങളെ നയിക്കുന്നത് എന്ന വിശ്വാസമാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്ന പോലെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ആകാശത്ത് ആ ഒരു പ്രത്യേക നക്ഷത്രത്തെ കാണാൻ കഴിയുന്നു. ഈ നക്ഷത്രത്തെ സാക്ഷി നിർത്തിയാണ് പലപ്പോഴും ഹൈന്ദവധർമ്മവും സനാതനധർമ്മത്തിന്റെ പല വിശ്വാസങ്ങളും ശബരിമലയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ജനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തെളിഞ്ഞു നിൽക്കുകയാണ് മകരജ്യോതി ദർശിക്കാനായി. പല വ്യക്തികളും മൗനവ്രതത്തിലാണ്. ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് തങ്ങളുടെ മൗനവ്രതം ഭജിക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തന്മാർ. കൂട്ടമണിയടികളും ശരണവിളികളുമായ അന്തരീക്ഷം തീർച്ചയായും മുഖരിതമാണ്. ജനങ്ങൾ വളരെ ആകാംക്ഷകളുടെ കാത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മകരജ്യോതി ആകാശങ്ങളിൽ തെളിയും. ഭൂതഗണങ്ങളാണ് മകരജ്യോതി ആകാശം തെളിയിക്കുന്നു എന്നൊരു സങ്കല്പമാണ് പ്രധാനമായി ഇവിടുത്തെ വിശ്വാസങ്ങളെ നയിക്കുന്നത്. തികച്ചും ദൈവികമായ ഒരു ശക്തിയായി ആകാശത്തു നിന്നുള്ള ഏതോ പ്രഭാപൂരമായി അയ്യപ്പന് ആദരവായി, അയ്യപ്പനെ ആരാധിക്കാനായി, അയ്യപ്പന്റെ പ്രാർത്ഥനയുമായി ആകാശത്ത് ഈ നക്ഷത്രം തെളിയുന്നു എന്നാണ് സങ്കല്പം. പരമ്പരമായ അന്തരീക്ഷത്തിൽ മുഖരിതമാണ്. നമുക്ക് മകരജ്യോതി ഒരു നിമിഷത്തെ മിന്നലാട്ടം പോലെ ദർശിക്കാൻ കഴിയുകയുണ്ടായി. അത് പലപ്പോഴും ഭൂതഗണങ്ങളും ദേവതകളും ചേർന്ന് അയ്യപ്പനെ ആരാധിക്കാനായി അവിടെ ജ്വലിപ്പിക്കുന്നതാണ്. ആ ദീപം അല്ലെങ്കിൽ കാഞ്ചന ദീപം അവിടെ ജ്വലിപ്പിക്കുന്നതാണ് എന്നാണ് സങ്കല്പം. മകരജ്യോതി അല്ലെങ്കിൽ മകരത്തിലെ ദിവ്യ ജ്യോതിസ്, ദിവ്യ തേജസ് അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ള ആ ദീപം ഒരു വട്ടം തെളിഞ്ഞു എന്നാണ് സങ്കല്പം. മകരജ്യോതി വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. സ്വാമി ശരണം എന്ന് വിളിച്ചുകൊണ്ടുള്ള ജനങ്ങൾ വളരെ ആരാധനപൂർവ്വം, ആദരപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം സ്വാമി ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രതയും ശ്രദ്ധയും എല്ലാം മകരജ്യോതിയിലേക്ക് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ കഴിയാവുന്ന പോലെ മകരജ്യോതിയുടെ ദിവ്യദർശനത്തിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ആകാശങ്ങളിൽ എവിടെയോ ഇരിക്കുന്ന ഭൂതഗണങ്ങളും മറ്റുമാണ് അത് കത്തിക്കുന്നതെന്നാണ് സങ്കല്പം. മൂന്നാമത്തെ വട്ടവും ശബരിമലയിൽ അല്ലെങ്കിൽ പൊന്നമ്പലമേട്ടിൽ സ്വർഗത്ത് എവിടെയോ ഉള്ള ആകാശങ്ങളിൽ എവിടെയോ തെളിഞ്ഞു എന്നാണ്. നിങ്ങൾ വെളിയിൽ കാണാൻ കഴിയുന്ന പോലെ ജനസമുദ്രമാണ്, ജനസാന്ദ്രമായ ഒരു പ്രദേശമാണ് ഇവിടെ കാണാൻ കഴിയുക. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ ഇവിടെ ആളുകൾ കൊണ്ട് നിറയുകയാണ്. ഇവിടെ ആൾക്കാരെ നിയന്ത്രിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഭക്തിയുടെ ലഹരിയിൽ, ആഘോഷത്തിന്റെ ആറാട്ടിലാണ് ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആ നക്ഷത്രങ്ങളെ നമുക്ക് വിളിക്കാമായ നക്ഷത്രമാണ് പലപ്പോഴും മകരനക്ഷത്രമായി നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അവിടെയാണ് ആ സംഭവിക്കുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ നക്ഷത്രം തെളിയുന്നു എന്ന സങ്കല്പം ഉണ്ടാകുന്നത്. ചക്രവാളത്തിൽ മകരജ്യോതി ദർശിച്ച പുണ്യമായി മകരനക്ഷത്രത്തെ കണ്ട ആനന്ദവുമായി ഭക്തർ പലപ്പോഴും ഇതിനു ശേഷം പടിയിറങ്ങുകയാണ്. ജനുവരി 20 വരെയാണ് മകരവിളക്ക് തീർത്ഥാടനം നിലനിൽക്കുന്നത്. ഇനിയും 18-ാം പടിയിലൂടെ കയറി 17 തത്വങ്ങളിലൂടെ സഞ്ചരിച്ച് 18-ാമത്തെ തത്വമായ തത്വമസിയിലൂടെ ആത്യന്തികമായ മകരവിളക്ക് തത്സമയം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Puravangara Projects Limited.